പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? കർത്താവിൽ സന്തോഷത്തോടുകൂടിയിരിക്കുന്നുവോ? ഇന്നത്തെ പ്രഭാതവേള എങ്ങനെയുണ്ട്? നിങ്ങൾ യേശുവിനോട് സംസാരിച്ചുവോ? യേശു ഇന്ന് നിങ്ങളോട് സംസാരിച്ചുവോ? യേശു നിങ്ങളോട് സംസാരിച്ചത് അനുഭവിച്ചറിഞ്ഞുവോ? യേശു ക്രിസ്തു വിശുദ്ധിയും സർവശക്തിയുമുള്ള ദൈവമാണ്. യേശു എന്നോട് സംസാരിക്കുമോ എന്നൊന്നും ചോദിക്കരുത്. യേശു നമ്മുടെ പിതാവാണ്. ഒരു പിതാവ് മക്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയില്ലേ? അതേപോലെ തന്നെ നമ്മളിത് ശീലിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ യേശു സംസാരിക്കുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കും. അതിനാൽ നിങ്ങൾ ആ അനുഭവത്തിലേക്ക് കടക്കണം. വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോടടുത്ത് വന്നാൽ ആ അനുഭവം നേടാൻ സാധിക്കും. ശരി, ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലോ, ഇതെവിടെയാണെന്ന് ആലോചിക്കുകയാണോ? ആൽപ്സ് മലയാണിത്. ആൽപ്സ് മലയുടെ ചുറ്റും മലകൾ തന്നെയാണ്. നടുവിലൊരു താഴ്വാരമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് യൂറോപ്പിലെ ആസ്ട്രിയ എന്ന നാട്ടിലുള്ള ആൽപ്സ് മലനിരകളാണ്. പുറകിൽ കാണുന്നില്ലേ ആ മഞ്ഞ് മല? അതായത് മഞ്ഞ് പൊതിഞ്ഞ ഒരു മലയാണത്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ്. നമ്മളെപ്പോഴും റൂമിൽ AC വെക്കും, ഹോട്ടലിൽ AC വെക്കും. ഈ നാട് മുഴുവനും കർത്താവ് AC ആക്കിയിരിക്കുകയാണ്. എങ്ങോട്ട് പോയാലും ക്ലൈമറ്റ് വളരെ സുഖകരമാണ്. ശരി, ഇന്ന് ദൈവം തരാൻ പോകുന്ന വചനം എന്താണെന്ന് ആലോചിക്കുകയാണോ? 1 കൊരിന്ത്യർ 14:20 സഹോദരന്മാരെ, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ, ബുദ്ധിയിൽ മുതിർന്നവർ ആയിരിപ്പിൻ. 2 കാര്യം കർത്താവ് ഒരു ശുശ്രൂഷകൻ മുഖേന പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾ തിന്മയ്ക്ക് ശിശുക്കളെ പോലിരിപ്പിൻ. പിന്നീട് നിങ്ങൾ ബുദ്ധിയിൽ മുതിർന്നവരായിരിക്കണം. ചിലര് നിനക്കെന്താ ബുദ്ധിയില്ലേ എന്ന് ചോദിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കും. അങ്ങനെയിരിക്കരുത്. എന്തും ആലോചിച്ച് ക്ഷമയോടെ ചെയ്യാനുള്ള ജ്ഞാനം, ആ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ശിശുക്കളെ പോലെ എങ്ങനെയിരിക്കണം? ദോഷത്തിൽ. കുട്ടികളെ കണ്ടിട്ടില്ലേ? പിഞ്ചുകുഞ്ഞുങ്ങൾ, 1-2 വയസ്സ് പ്രായമുള്ള കുട്ടികളെ കണ്ടിട്ടില്ലേ? അവര് ദേഷ്യപ്പെടും, പിടിവാശി കാണിക്കും. പക്ഷേ അസൂയ ഉണ്ടാവില്ല, അഹങ്കാരമുണ്ടാവില്ല, നീരസമുണ്ടാവില്ല, പകയുണ്ടാവില്ല. അതാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവം. ചിലര് ഒരു കാര്യം നടക്കാൻ പിടിവാശി കാണിക്കും, പിന്നീട് അത് ശരിയാകും. അങ്ങനെ ഉണ്ടാവൂ എന്നല്ലാതെ ആരോടെങ്കിലും അസൂയ തോന്നാറില്ല, ഈർഷ്യയുണ്ടാവില്ല, ദേഷ്യപ്പെടുകയില്ല. ഇങ്ങനെയുള്ള സ്വഭാവം കുട്ടികൾക്കുണ്ടാവില്ല. അതാണ് തിന്മയ്ക്കുള്ള ശിശുക്കളെ പോലെ ഇരിക്കണമെന്ന് പറയുന്നത്. ചെറിയ ചെറിയ കുറവുകൾ ഉണ്ടാവും, അത്രയേയുള്ളൂ. അത് വിട്ടിട്ട് വിരോധം, പക, വഴക്ക്, മറ്റൊരാളെക്കുറിച്ച് സംസാരിക്കുന്നത്, അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ കുട്ടികളെ പോലെ മാറണം എന്ന് ദൈവം പറയുന്നു. നിങ്ങളുടെ ഹൃദയത്തെ എനിക്ക് താ എന്ന് പറയുന്നു. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആവാതിരുന്നാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് പാപത്തെ വിട്ട് ശിശുക്കളെ പോലെയാവാൻ എന്നെ സഹായിക്കണേ എന്ന് ചോദിക്കണം. ശിശുക്കളെ പോലെയുള്ള ഒരു താഴ്മയും സ്നേഹവും, ക്ഷമിക്കുന്ന സ്വഭാവം, ഒരു വിരോധവും കൊണ്ടു നടക്കാത്ത സ്വഭാവം. എന്നെ അങ്ങനെ ആക്കണമേ യേശുവേ എന്ന് നമ്മൾ മാറണം. അപ്പോൾ തിന്മകൾക്ക് ശിശുക്കളെ പോലെയാകുവിൻ, ബുദ്ധിയിൽ മുതിർന്നവരെ പോലെയാവണം. ബുദ്ധിയിൽ ചിലർ ശിശുക്കളെ പോലെ ആയിരിക്കും, കണ്ടിട്ടില്ലേ? എന്താ കുട്ടികളെപ്പോലെ പെരുമാറുന്നത് എന്ന് പറയുന്ന വിധത്തിൽ നിങ്ങൾ പെരുമാറുന്നുണ്ടോ? അതോ മുതിർന്നവരായി അറിവുള്ളവരായിരിക്കുന്നുവോ? അപ്പോൾ ആ ജ്ഞാനം തരേണ്ടത് കർത്താവാണ്. അതിനുള്ള ബുദ്ധി തരണം. അപ്പോൾ അത് ചോദിക്കണം, കർത്താവേ, എനിക്ക് ബുദ്ധി തരയണമേ, ജ്ഞാനം തരയണമേ. ഞാൻ എന്ത് ചെയ്താലും നന്നായി ആലോചിച്ച് ക്ഷമയോടെ ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന് ചോദിക്കണം. അതിൽ ശിശുക്കളെപ്പോലെ ഒന്നും അറിയാത്തവരെ പോലെ നടക്കാൻ പാടില്ല, കേട്ടോ? ഇപ്പോൾ ദൈവത്തോട് പറയൂ, ദൈവമേ, ഞാൻ തിന്മയ്ക്ക് ഒരു ശിശുവിനെ പോലെ ഇരിക്കണം. ആരോടും വിരോധമോ പാപമോ ഒന്നും ചെയ്യാനിടയാക്കരുത്. എന്റെ ഹൃദയത്തെ ഒരു ശിശുവിന്റെ ഹൃദയത്തെ പോലെ മാറ്റണേ. ബുദ്ധിയിൽ ഞാൻ മുതിർന്നവരെ പോലെയാകണം. നല്ല ബുദ്ധി തരയണമേ, ജ്ഞാനം തരയണമേ, അറിവ് തരയണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ